ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു കൊറിയർ വർക്കാണ് കേട്ടോ. അത് വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് CPU ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPU ചെയ്ത് അതിൻ്റെ പാഡുകളൊക്കെ ബ്രോക്കൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉള്ളിലെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഫോണൊന്ന് കഴിച്ചിട്ട് ബോക്സ് ഒന്ന് പൊട്ടിച്ചിട്ട് എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ സാംസങ്ങിൻ്റെ ഈ ഒരു മോഡലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇളകി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് ആംബിയർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്രയാണ് എടുക്കുന്നത്, എന്താണ് കണ്ടീഷൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. ചാർജിങ് ആംബിയർ 0 ആണ്. ആംബിയർ ഒന്നും തന്നെ എടുക്കുന്നില്ല. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ചാർജിങ്ങിൻ്റെ ആംബിയർ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫോണ് കംപ്ലീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് എന്താ കണ്ടീഷന് ശേഷം നോക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഫോണ് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെളിച്ചത്തിൽ ഒന്ന് നോക്കി നോക്കാം. ഇതിൽ പവർ ICയിലൊക്കെ ഫ്ലക്സ് ഇട്ടിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. തന്നെ ഇവിടുത്തെ ഷീൽഡൊക്കെ റിമൂവ്ഡാണ്. നമുക്ക് ജസ്റ്റ് ബാറ്ററി കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ബോർഡൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ CPU സൈഡിലൊന്നും ഷീൽഡ് ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് CPU ഒക്കെ റീബോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഷീൽഡൊക്കെ അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അവസാനം ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അയച്ചതാവാനാണ് ചാൻസ്. ഓക്കെ. എന്തായാലും ഇത് വിശദമായിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു റീഡിങ്, നമുക്ക് പവർ സപ്ലൈൻ്റെ റീഡിങ് എത്ര എടുക്കുന്നുണ്ട് എന്നൊക്കെ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ബാറ്ററി കണക്ടർ നമുക്ക് സെയിം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോർഡിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ. ഓക്കെ. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ. ബോർഡ് നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വെക്കാം. വെച്ചതിന് ശേഷം പവർ സപ്ലൈന്ന് കണക്ഷൻ കൊടുത്തിട്ട് എന്താണ് കണ്ടീഷൻ നോക്കി നോക്കാം. ഈ കണക്ടർ ഇടാനൊരു സുഖമില്ല, എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കൂടി നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പവർ സപ്ലൈ മീറ്റർ കൊടുക്കാം. പവർ സപ്ലൈ മീറ്ററിൽ നമുക്ക് ബാറ്ററിയുടെ ആ ഒരു സെയിം കണക്ടർ വേണം. എങ്കിലാണ് നമുക്ക് പവർ സപ്ലൈ മീറ്റർ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് ഓണാക്കൽ പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു കണക്ടർ ഇതിൽ ഓക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കാം. പവർ സപ്ലൈ മീറ്റർ ഓണാണ്.
ഓക്കെ, കണക്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു 10 mA ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പവർ സപ്ലൈ മീറ്റർ ഒന്ന് കാണാം. കണ്ടല്ലോ, പവർ സപ്ലൈ മീറ്റർ ജസ്റ്റ് 10 mA എടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പവർ സപ്ലൈ കേബിൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഓൾറെഡി ബോർഡിൽ എവിടേക്കോ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എന്ത് ചെയ്യാം, പവർ സ്വിച്ച് ഒന്ന് ട്രിഗർ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ അറിയാം. അപ്പോൾ ഇവിടുന്ന് കൗണ്ടറിൽ രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മുടെ പവർ ഓൺ ആവാൻ വേണ്ട കണക്ഷന്. അല്ലെങ്കിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ അതിൻ്റെ 2 കണക്ഷനും കൂടി അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ട്, പക്ഷേ പവർ സപ്ലൈ മീറ്ററിൽ യാതൊരു മാറ്റവും. ജസ്റ്റ് ട്രിഗർ ചെയ്യുന്നു എന്ന് മാത്രം. പ്രത്യേകിച്ച് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഗ്രൗണ്ടുമായിട്ടൊന്ന് കൊടുത്തു നോക്കാം രണ്ടാമത്തെ ബട്ടനെ. ഓക്കെ എന്ന് കരുതി പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ പവർ സ്വിച്ചിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ സ്വിച്ചിൽ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 1.775 വോൾട്ടേജ് നമുക്ക് പവർ സ്വിച്ചിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ടെന്ന് കരുതി യാതൊരു റെസ്പോൺസും ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബോർഡിൽ ചെയ്യുന്നത്, ഇതിൻ്റെ VPH പവർ സപ്ലൈ അത് ഓക്കെ ആണോ നോക്കണം. അതുപോലെ തന്നെ ഇതിൽ പവർ ഐസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടുകൾ, അതായത് ബക്ക് കോയിൽസിലെ വോൾട്ടേജുകൾ, ഇതൊക്കെ ഓക്കെ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡയഗ്രത്തിൽ ജസ്റ്റ് ഇൻഔട്ട് വോൾട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണില്ല, ഞാൻ ലാപ്ടോപ്പിലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് VPH പവർ ഓക്കെ ആണോ നോക്കാം. അപ്പോൾ മൾട്ടിമീറ്റർ ഏകദേശം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് IC വരുന്നത്. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. ഇതാണ് ചാർജിങ് IC. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോയിൽ കാണാം. അപ്പോൾ ആ കോയിലിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, അപ്പോൾ കോയിലിൽ നമുക്ക് VPH പവർ കിട്ടണം. ഓക്കെ, നമുക്കെന്ത് കിട്ടുന്നുണ്ട്, VPH പവർ അവിടെ ഓക്കെയാണ്. 4.3 വോൾട്ടോളം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് പവർ ഐസിൻ്റെ ഔട്ട്പുട്ടുകൾ ഇവിടെ 2 IC കാണാം. 2 ICൻ്റെയും ഔട്ട്പുട്ടുകൾ നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ബക്ക് ലൈൻസുകളൊക്കെ വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഈ ഒരു ലൈനിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു വോൾട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ കോയിലിൽ നോക്കാം, കോയിലിൽ വോൾട്ടില്ല. ഇതിൽ നോക്കാം, ഇതിലും വോൾട്ടില്ല. ഇതിൽ വോൾട്ട് വരുന്നില്ല. ഇതിലും വോൾട്ടില്ല. ഇതിലില്ല. ഈ ഒരു ലൈനിൽ മാത്രം 0.3 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇല്ല. ഇതിലും വോൾട്ട് വരുന്നില്ല. ഇതിലും ഇല്ല. 0.2. അതായത് പവർ ഐസിൻ്റെ ഔട്ട്പുട്ടുകളിൽ ഒന്നും തന്നെ നമുക്ക് വോൾട്ടേജ് കാണാൻ കഴിയുന്നില്ല. ശരിക്കും ഇവിടെയൊക്കെ നമുക്ക് വോൾട്ടേജ് കിട്ടേണ്ടതാണ്, പക്ഷെ ഇതിലൊന്നും വോൾട്ടില്ല. അപ്പോൾ തന്നെ ചാർജിങ്ങിൻ്റെ 5 വോൾട്ട് കറക്റ്റ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ചാർജിങ്ങിൻ്റെ വോൾട്ടും വരുന്നില്ല. ഇതുവരെ ചാർജിങ്ങിൻ്റെ വോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ചാർജിങ്ങിൻ്റെ 5 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പക്ഷെ അപ്പോഴും നമുക്ക് ബക്ക് ലൈൻസിലൊന്നും തന്നെ നമുക്ക് വോൾട്ടേജ് കാണാൻ കഴിയുന്നില്ല. അത് പവർ ഐസി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇവിടെ. ഇനി വി ബാറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വി ബാറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ ഒരു സ്റ്റേബിളായിട്ടുള്ള വോൾട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന് CPU നമുക്ക് എടുക്കണം. കാരണം CPU ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ള നമുക്ക് ആദ്യം നോക്കി നോക്കാം. എന്നിട്ട് മാത്രം നമുക്ക് പവർ ഐസിമൊക്കെ കൊടുക്കും. പിന്നെ പോരാത്ത ഇതിൻ്റെ പവർ ഐസി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ ഡയഗ്രാം അവൈലബിൾ അല്ല. നമുക്ക് ഹാർഡ്വെയർ സൊല്യൂഷനും മറ്റും വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കാനേ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ EMMCയും CPU ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്താ കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കി തന്നെ വേണം. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ CPU റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. CPU റിമൂവ് ചെയ്തപ്പോൾ കുറേ ബോളുകൾ പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു പ്രിൻ്റ് നമുക്ക് ജസ്റ്റ് പുറത്തേക്കൊരു വയർ വലിച്ചു വെച്ചിട്ടുണ്ട്. അത് സിംട്രാൻ്റെ ഡിറ്റക്ഷന് അല്ലെങ്കിൽ സിംട്രാൻ്റെ ഒരു ഡിറ്റക്ഷൻ അല്ല, സിംട്രാൻ്റെ ക്ലോക്ക് കണക്ഷനാണ്, സിമ്മിലേക്ക് വേണ്ട. അപ്പോൾ അത് ജസ്റ്റ് പുറത്തേക്ക് വയർ വലിച്ചു വെച്ചിട്ടുള്ളൂ. കാരണം അത് ഒരുപാട് ലോങ്ങിലേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം പുറത്തേക്കൊരു വയർ, ബാക്കിയെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും പ്രിൻ്റ്, ഏകദേശം ഒരു 5 പ്രിൻ്റ് ഇവിടെ തന്നെ ഇടേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് താഴേക്ക് വീണ്ടും അഡീഷണലായിട്ട് ഇവിടെ 2 പ്രിൻ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രിൻ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ പ്രിൻ്റ് പോയിട്ടില്ല. ഇനി മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രിൻ്റ് ഇവിടെ ഇടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രിൻ്റുകൾ നമുക്ക് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഇതായിരുന്നു CPU-ൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള അവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ CPU ഇവിടെ റീബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. CPU റീബോൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ EMMC റീബോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും ഫിക്സ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ CPU ആദ്യം ഒന്ന് ഇടുന്നുണ്ട്. CPU ഇട്ടതിന് ശേഷമുള്ളൊരു അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, CPU ഇടുന്നൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ CPU തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ EMMC ഇട്ടിട്ടില്ല. CPU ഇട്ടത് ഓക്കെ ആയിക്കണോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് EMMC ഇട്ടാൽ മതി. അപ്പോൾ CPU ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സംഭവം ഫിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ജമ്പർ വയറൊക്കെ ഈ സൈഡിൽ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ജമ്പറിങ്ങിൻ്റെ ഒരു വയറ് കാര്യങ്ങൾ അവിടെ സൈഡിലുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള വയറാണ്, അവിടെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളെ ജമ്പർ വയർ. അപ്പോൾ ഈ ജമ്പർ വയറിലൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ജമ്പർ വയറിൽ CPU-ൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഇത് വാല്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് സിസ്റ്റത്തിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഡ്രൈവർ എടുക്കണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ലാപ്ടോപ്പിൽ നിന്ന് കേബിൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് സിസ്റ്റത്തിലൊന്ന് നോക്കി നോക്കാം ഡ്രൈവർ എടുക്കണ്ടോ ഇല്ലേ എന്നുള്ളത്. കുറച്ച് സമയം എടുക്കും, കാരണം ഇതിൽ റാം എന്താ പറയുക. ഓക്കെ കണ്ടല്ലോ, ക്വാൽകോം HSUSB QD ലോഡർ. അപ്പോൾ ഡ്രൈവർ എടുത്തു. അപ്പോൾ നമ്മൾ CPU ഇട്ടത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ EMMC ഇട്ട് നോക്കണം. EMMC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ആവോ ഇല്ല എന്നുള്ളത് അറിയാം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ എന്നാലും അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ EMMC ഇടുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഫസ്റ്റ് നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പവർ ഐസിൻ്റെ വോൾട്ടേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി പവർ ഐസിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ സ്റ്റേബിളായി എല്ലാ ബക്ക് കോയിൽസിലൊക്കെ വോൾട്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് EMMC ഇട്ടാൽ മതി, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ജസ്റ്റ് ഇതാ ഞാൻ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ കോയിൽസിൽ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോയിലിൽ 1.8 കിട്ടുന്നുണ്ട്. അടുത്തത് നോക്കാം, 0.8 ഉണ്ട്. ഇതിൽ വോൾട്ടേജ് ഇല്ല. എല്ലാ കോയിൽസിലും ഉണ്ടാവണമെന്നില്ല. ഇതിലും വോൾട്ടേജ് ഇല്ല. ഇതിൽ 0.8 വരുന്നുണ്ട്. ഇതിലും 0.8, 0.8, 1.1, 1.3, 1.1. ഇവിടെ കുറച്ച് കോയിൽസുകളുണ്ട്. 1.0, 0.6. ഇതിൽ വോൾട്ടേജ് ഇല്ല. 0.8, 2.0. അപ്പോൾ CPU-ൻ്റെ എല്ലാ വോൾട്ടേജുകളും CPU-ൻ്റെ എല്ലാ നമ്മളെ പവർ ഐസിൻ്റെ എല്ലാ വോൾട്ടേജുകളും ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫോൺ കിട്ടിയ ആ ഒരു സന്ദർഭത്തിൽ ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പവർ IC വർക്കിംഗ് ആണെന്നും മനസ്സിലാക്കാതെ ഇന്ന്. ഇനി നമുക്ക് ജസ്റ്റ് EMMC ഇടേണ്ട ഒരു പണിയെ കൂടിയാണ് ഉള്ളത്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും EMMC നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ EMMC നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ EMMC ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് പവർ സപ്ലൈ മീറ്ററിൽ കണക്ട് ചെയ്തിട്ട് എന്താണ് കണ്ടീഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പവർ സ്വിച്ച് ഒന്ന് ട്രിഗർ ചെയ്യാം. ട്രിഗർ ചെയ്യുമ്പോഴുള്ളൊരു കണ്ടീഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ട്രിഗർ ആകുന്നുണ്ട്, പക്ഷേ നമുക്ക് ആംബിയർ ഇതുപോലെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇതുവരെ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. EMMC ഇട്ടതോട് കൂടിയിട്ടാണ് ഈ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേറ്റിംഗ് വന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, EMMCക്ക് എന്തായാലും തകരാറുണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം EMMC ഇടുന്നതിന് മുമ്പ് ബോർഡ് കംപ്ലീറ്റ് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾട്ടേജുകളാണെങ്കിൽ അതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. CPU ഇട്ടത് ഡ്രൈവർ ക്ലിയർ ആയിരുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ EMMC ഇട്ടോട് കൂടിയിട്ട് ഫ്ലക്ച്വേറ്റിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാരണം ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പോണൻസിലുള്ള അല്ലെങ്കിൽ ബക്ക് ലൈൻസിലൊക്കെ ഉള്ള വോൾട്ടേജും ഫ്ലക്ച്വേറ്റിംഗ് കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മൾട്ടിമീറ്റർ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ EMMC ചേഞ്ച് ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് നോക്കി നോക്കാം. കുറച്ച് വോൾട്ടേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കണ്ടോ വോൾട്ടേജ് 0.8 വരേണ്ട വോൾട്ടാണ്. 0.8 ഇങ്ങനെ അപ്പ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വോൾട്ടേജ് സ്റ്റേബിൾ അല്ല. പിന്നെ CPU ഡാമേജ് ആണെങ്കിലും ഈ കണ്ടീഷൻ വരാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ഫോണിൽ CPU പ്രോബ്ലം ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതാണ്. അപ്പോൾ എല്ലാ വോൾട്ടേജും നമുക്ക് എന്തായിട്ടുണ്ട്, സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയ്ക്ക് മാറി. അപ്പോൾ ഇത് വന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ EMMC ഇട്ടതിന് ശേഷമാണ്. അതുവരെ ഇതിലൊന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക്
ഇതിനി ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ EMMC നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ EMMC എന്തായാലും ഇപ്പോൾ റിപ്ലേസ് ചെയ്യുന്നില്ല. EMMC റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഓൺലൈൻ വഴിയോ പഠിക്കേണ്ടവർക്ക്, അതുപോലെ തന്നെ ഐഫോണിൻ്റെ അപ്ഡേഷൻ കോഴ്സ് ചെയ്യേണ്ട ആളുകൾക്കും എൻ്റെ നമ്പർ ബയോയിലുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്